ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ മാണി ഗ്രൂപ്പിലേക്കെന്ന സൂചന. ഓഫീസിൽ നിന്ന് കെ എം മാണിയുടെ ചിത്രം എടുത്തു മാറ്റി സജി മഞ്ഞക്കടമ്പിൽ. നാളെ കെ എം മാണിയുടെ ഓർമ്മ ദിവസമാണ്. ആദരാഞ്ജലി അർപ്പിക്കാനാണ് ചിത്രം എടുത്തതെന്ന് സജി. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, നമുക്ക് ആദ്യം ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ഷിനോജ്, രാജിവെച്ചതാണ്, പിന്നെ എന്തിനാണ് സജി ഈ ഓഫീസിലേക്ക് എത്തിയതെന്നൊരു ചോദ്യമുണ്ട്. ആരും തടഞ്ഞില്ലേ ഈ ചിത്രം ഒന്നും എടുത്തു കൊണ്ടുപോകുമ്പോൾ? ഇന്ന് മാണിയുടെ ചിത്രം, നാളെ ഓർമ്മ ദിനത്തിൽ സ്വയം പോകുമോ പാർട്ടിയിലേക്ക്? ആര്യ, സജി മഞ്ഞക്കടമ്പിൽ ഇതുവരെ പൂർണ്ണമായും മനസ്സ് തുറന്നിട്ടില്ല. എങ്ങോട്ടാണ് പോക്ക് എന്ന് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും കുടുംബത്തോടൊപ്പം ആലോചിച്ച ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം പറഞ്ഞത്. പക്ഷേ സജിയുടെ ഈ ഓരോ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ അത് മാണി ഗ്രൂപ്പിലേക്ക് തന്നെ സജി എത്തുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. കാരണം പാലായിലുള്ള ജോസഫ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ കയറിയാണ് ഇപ്പോൾ സജി കെ എം മാണിയുടെ ചിത്രം എടുത്ത് മടങ്ങിയിരിക്കുന്നത്, വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നാളെ കെ എം മാണിയുടെ 5ാമത് ഓർമ്മ ദിനമാണ്. അതിനാൽ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിത്രം എടുത്തുകൊണ്ട് പോയതെന്നാണ് സജി പറയുന്നത്. പക്ഷേ സജി ഇത്തരത്തിൽ കെ എം മാണിയുടെ ചിത്രം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഏകദേശ സൂചന കിട്ടുന്നത് അത് കെ എം മാണി ഗ്രൂപ്പിലേക്ക് തന്നെ സജി തിരിച്ചെത്തുന്നു എന്നുള്ള സൂചനകളാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഇതുവരെ UDF ഈ കാര്യത്തിലൊന്നും തന്നെ പ്രതികരണം വ്യക്തമാക്കിയിട്ടില്ല. മറിച്ച് ഈ കാര്യത്തിൽ സജിയുടെ വിഷയത്തിൽ പ്രകോപനപരമായി ഒന്നും തന്നെ പ്രതികരിക്കേണ്ട നിലപാടിലാണ് UDF നേതൃത്വമുള്ളത്. അത് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം സജി തിരിച്ചെത്തുകയാണെങ്കിൽ തിരിച്ചെത്തട്ടെ എന്ന നിലപാടിലാണ് UDF നേതൃത്വം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ പ്രകോപനപരമായി സജിക്കെതിരെ ഒന്നും സംസാരിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും കേരള കോൺഗ്രസും ഇതുവരെ നിലപാടെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നാളെ കോട്ടയത്ത് വിപുലമായ പരിപാടികളാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കെ എം മാണിയുടെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട തിരുനക്കരയിലും അതുപോലെ തന്നെ പാലായിലും ഒക്കെ വിവിധ പരിപാടികളുണ്ട്. ഈ പരിപാടികളിൽ ഏതെങ്കിലും ഒന്നിൽ സജി മഞ്ഞക്കടമ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് ഒരു പാർട്ടി പ്രവേശനത്തിന്റെ അടയാളമായി തന്നെ കണക്കാക്കേണ്ടി വരും. ശരി, എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. മാണിസാറിന്റെ ബന്ധം വൈകാരികമാണ്. മാണിസാറിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കണം എന്ന് ആവശ്യപ്പെടും. അദ്ദേഹം നിയോളം പ്രസിഡന്റ് തുറന്ന് ഞാനത് എടുത്തു. നാളെ മാണിസാറിന്റെ ചരമദിനമാണല്ലോ. അപ്പം തീർച്ചയായിട്ടും മാണിസാറിൻ്റെ ഒരു പടം അല്ലെങ്കിൽ പുഷ്പാർച്ചന ആഗ്രഹമുള്ളതുകൊണ്ടാണ് അത് എടുക്കാൻ വേണ്ടി വന്നത്.